ഹോർമൂസ് കടലിടുക്ക് ഇറാൻ വീണ്ടും അടച്ചതോടെ മേഖലയിൽ സംഘർഷം രൂക്ഷം. ഇന്ത്യയുടേതുൾപ്പെടെ 3 കപ്പലുകൾക്ക് നേരെ ഹോർമൂസിലും ഒമാൻ സമുദ്രത്തിലും ആക്രമണം നടന്നു. ഇസ്ലാമാബാദ് ചർച്ചയും ഇതോടെ അനിശ്ചിതത്വത്തിലായി. അമേരിക്ക കൈമാറിയ പുതിയ നിർദ്ദേശം പരിശോധിച്ചു വരുന്നതായി ഇറാൻ അറിയിച്ചു. അതിനിടെ ലെബനാനിൽ വെടിനിർത്തൽ ലംഘിച്ച് ഇസ്രായേൽ ആക്രമണം നടത്തി. അജ്ഞാത സംഘം നടത്തിയ ആക്രമണത്തിൽ UN സമാധാന സേനയിലെ ഫ്രഞ്ച് സൈനികൻ കൊല്ലപ്പെട്ടു. സമാധാന സേനയ്ക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പങ്കില്ലെന്ന് ഹിസ്ബുള്ള അറിയിച്ചു. MC നാസർ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. നാസർ, വീണ്ടും ഒരു കലുഷിതമായ സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങളെല്ലാം നീങ്ങുന്നത്? ലെബനാനെതിരെ വീണ്ടും ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട്, കരാർ ലംഘിച്ചുകൊണ്ട് ആക്രമണം തുടരുന്നു. ആരോപണ പ്രത്യാരോപണങ്ങൾ, മുന്നറിയിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നൽകിക്കൊണ്ട് ഇറാനും അമേരിക്കയും ഒരു തരത്തിലും വിട്ടുകൊടുക്കില്ല എന്ന നിലപാടെടുക്കുന്നു. ഇസ്ലാമാബാദിൽ ബുധനാഴ്ച നടക്കേണ്ടിയിരിക്കുന്ന, അതിൽ ഇപ്പോഴും ഒരു സ്ഥിരത അല്ലെങ്കിൽ നടക്കുമെന്ന് പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുമില്ല. വിനീഷ, തീർച്ചയായിട്ടും ഇന്നലെ രൂപപ്പെട്ടിരുന്നൊരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ആഴ്ചകൾ നീണ്ടുനിന്ന ഈ സംഘർഷം അവസാനിക്കുന്നു. ഇറാൻ തന്നെ ഏകപക്ഷീയമായിട്ട് ഈ കപ്പൽപാത തുറന്നുകൊടുക്കാനുള്ള ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്നു. അതേ തുടർന്ന് ഏതാണ്ട് 20-ലധികം കപ്പലുകളാണ് പിന്നിട്ട മണിക്കൂറുകളിൽ വളരെ സുഗമമായി തന്നെ ഹോർമസ് കടന്ന് മുന്നോട്ട് പോയത്. പക്ഷേ ഇന്ന് പൊടുന്നനെ എന്ന് ഉച്ചതിരിഞ്ഞാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനമുണ്ടാവുന്നത്. കപ്പൽപാത വീണ്ടും നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം ഇറാൻ പ്രഖ്യാപിക്കുന്നതിന് കാരണമായിട്ട് ഇറാൻ നേതൃത്വം വിശദീകരിക്കുന്നത് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള വളരെ പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങളാണ്. പ്രധാനമായിട്ടും ഈ തങ്ങളുടെ തുറമുഖങ്ങൾ ഉപരോധിക്കാനുള്ള നീക്കം അത് പിന്നിട്ട ഈ മാസം 14 മുതൽ തുടരുകയാണ്. അത് അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം ഇറാൻ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് പൂർണ്ണമായിട്ടും തള്ളിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്തിമമായിട്ടൊരു കരാറിൽ എത്തിച്ചേർന്നവരെ ഈ ഉപരോധം വ്യാപകമായി തന്നെ തുടരുമെന്ന മുന്നറിയിപ്പാണ് നൽകിയത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് തങ്ങളുടെ നിയന്ത്രണം ഹോർമസിന് മേൽ ഇപ്പോൾ പോലും വളരെ ശക്തമാണ് എന്ന് തെളിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കപ്പൽപാതയ്ക്ക് മേലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അത് മാത്രമല്ല, തുടർന്ന് ഇറാന്റെ അനുമതിയോടുകൂടി തന്നെ 2 കപ്പലുകൾ, ഇന്ത്യൻ കപ്പലുകൾ കടന്നു പോകുമ്പോൾ അതിനു നേരെയും ആക്രമണം ഉണ്ടായതോടുകൂടി മറ്റ് പല കപ്പലുകളും, ആയിരക്കണക്കിന് കപ്പലുകളാണ് പിന്നിട്ട് ആഴ്ചകളായി ഇവിടെ കാത്തുകെട്ടി കിടക്കുന്നത്. ആ കപ്പലുകൾ പോലും അവിടെ നിന്ന് മാറാനുള്ള ഒരു സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സംഘർഷം കൂടുതൽ വിപുലമാകുമെന്ന ഒരു തോന്നൽ രൂപപ്പെട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, 10,000-കണക്കിന് കപ്പൽ ജീവനക്കാരും ഇതേ തുടർന്ന് ആശങ്കയിലാണ്. പക്ഷേ വളരെ പരിമിതമായ സ്വഭാവത്തിൽ നേരത്തെ ഇറാന്റെ പൂർണ്ണ അനുമതിയോട് പോയ അതേ രീതിയിൽ ഇന്ന് രാത്രിയിലും ഏതാണ്ട് പിന്നിട്ട മണിക്കൂറിലും ഏതാനും കപ്പലുകൾ കടന്നുപോയതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ അമേരിക്കൻ നേതൃത്വം വ്യക്തമാക്കുന്നത് ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ അന്തർദേശീയ സമുദ്രത്തിൽ ഇറാന്റെ കപ്പലുകൾ പിടിച്ചടക്കുന്നത് ഉൾപ്പെടെയുള്ള ചില നീക്കങ്ങൾ തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം അതുമായി ബന്ധപ്പെട്ട് വരേണ്ടതുണ്ട്. പക്ഷേ എല്ലാ ശ്രദ്ധയും ഈ 2ാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ടാണ്. നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ആ വെടിനിർത്തൽ ചർച്ച ഇസ്ലാമാബാദിൽ എപ്പോൾ നടക്കുമെന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. പാക് സൈനിക മേധാവി ആസിം മുനീറിന്റെ മേൽനോട്ടത്തിൽ തെഹ്റാനിൽ 3 ദിവസം ചർച്ചകൾ നടന്നിരുന്നു. ആ ചർച്ചകളുടെ ഭാഗമായിട്ട് യുറേനിയം സമ്പുഷ്ടീകരണം, അതോടൊപ്പം തന്നെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി, ഹോർമസിന്റെ പരമാധികാരം ഉൾപ്പെടെയുള്ള പല പ്രധാനപ്പെട്ട വിഷയങ്ങളും ചർച്ചയ്ക്ക് വന്നു. ആ ചർച്ചയിൽ ഇറാൻ കൈക്കൊണ്ടിരിക്കുന്ന നിലപാടുകൾ അമേരിക്കക്ക് കൈമാറുകയും ചെയ്തിരുന്നു. പക്ഷേ പല കാര്യങ്ങളിലും അമേരിക്ക കടുംപിടുത്തം തുടരുകയും പുതിയ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇറാന് നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്ന ആവശ്യം അമേരിക്ക നിരാകരിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഇനിയുള്ള ചർച്ചകൾ എന്നത് അത് ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫോർമുലയുടെ അടിസ്ഥാനത്തിലല്ലാതെ ഈ ചർച്ചയ്ക്ക് വേണ്ടി കുറേ സമയം ചെലവിട്ടത് കൊണ്ട് കാര്യമില്ല എന്ന കാര്യം ഇറാൻ നേതൃത്വം പാകിസ്ഥാനെ, മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനെ അറിയിച്ചു. എന്തായാലും തിരക്കിട്ട ചില നീക്കങ്ങൾ ഈ രാത്രിയിലും തുടരുന്നുണ്ട്. പാകിസ്ഥാന് പുറമെ ഈജിപ്ത്, തുർക്കി, സൗദി അറേബ്യ, ഈ 4 രാജ്യങ്ങൾ ചേർന്നുകൊണ്ടാണ് അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ ഏതെങ്കിലും സാധ്യമായിട്ടുള്ള ഒരു സമാധാന പദ്ധതി, സമാധാന കരാർ രൂപപ്പെടുത്താൻ സാധിക്കുമോ എന്ന് ഈ രാത്രിയിലും ആലോചന തുടരുന്നത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഈ സംഘർഷത്തിലേക്ക് പോയെന്നോ അല്ലെങ്കിൽ യുദ്ധം പുനരാരംഭിക്കുമെന്നോ ഈ ഘട്ടത്തിൽ പറയാനാവില്ല. പരമാവധി ശ്രമങ്ങൾ ഈ മധ്യസ്ഥ രാജ്യങ്ങൾ തുടരുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ അതിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. GCC രാജ്യങ്ങൾ ഇത്തരമൊരു നീക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വരും മണിക്കൂറുകൾ വളരെ നിർണായകമായിരിക്കും. നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ സംഘർഷം കൂടുതൽ വ്യാപ്തി
അവസ്ഥയിലേക്ക് നീങ്ങുന്നതിൻ്റെ ഒരു സൂചന പ്രകടമാണ്. അതേസമയം തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നും ഡിപ്ലോമസി പൂർണ്ണമായിട്ടും തങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല. പക്ഷെ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ അമേരിക്കയെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ആ വിശ്വാസ്യത തിരിച്ചു പിടിക്കാൻ അമേരിക്കൻ നേതൃത്വം തന്നെ തയ്യാറാകണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ഇറാൻ ഏറ്റവും അവസാനമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ബിനീഷ.